നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നില്ലെന്ന പക്ഷത്താണ് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി. പണം നിറഞ്ഞ നിയമത്തെ സ്വാധീനിച്ച് എട്ടാം പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന നടൻ ദിലീപ് കേസിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നാണ് നിരന്തരമായി ഭാഗ്യലക്ഷ്മി ആവർത്തിക്കുന്നത്. മാത്രമല്ല, കേസിൽ ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി വിധിച്ച് വൈകാതെ തന്നെ ബാബയുടെ പോസ്റ്റർ മോഹൻലാൽ സ്വന്തം സോഷ്യൽ മീഡിയ പേജുകളിൽ റിലീസ് ചെയ്തതിനെയും ഭാഗ്യലക്ഷ്മി നിശിതമായി വിമർശിക്കുന്നുണ്ട്. വിധി വന്ന അന്ന് തന്നെയാണ് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന മോഹൻലാൽ ബബ്ബബ്ബ സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്തത്. താൻ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഒരു നിമിഷം പോലും ചിന്തിച്ചില്ലല്ലോ. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടുവെന്നാണ് മോഹൻലാലിനെ വിമർശിച്ച് ഭാഗ്യലക്ഷ്മി പറഞ്ഞത്. സംഭവം ചർച്ചയായതോടെ ഭാഗ്യലക്ഷ്മിയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് റിമാൻഡിൽ കഴിയുന്ന സമയത്ത് രാമലീല സിനിമയ്ക്ക് വേണ്ടി ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്തു എന്നാണ് സുരേഷ് കുമാർ വെളിപ്പെടുത്തുന്നത്. ബബ്ബബ്ബ സിനിമയ്ക്കെതിരെ വന്നതുപോലെ മുൻപ് രാമലീല സിനിമ ബഹിഷ്കരിക്കണമെന്നും ഒരു വിഭാഗം ആഹ്വാനം ചെയ്തിരുന്നു. ബഹിഷ്കരിക്കാൻ ആഹ്വാനം ഉണ്ടായിരുന്നുവെങ്കിലും രാമലീല സിനിമ ആരും കാണാതിരുന്നിട്ടില്ല. ചില ബുദ്ധിജീവികൾ ചാലച്ചർച്ചയിൽ വന്നിരുന്ന് പറയുന്നത് കേട്ടു, രാമലീല കാണാൻ പോകരുതെന്ന്. ചില സ്ത്രീകൾ വലിയ അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് വിഷമം തോന്നി എന്നാണ് അവർ പറയുന്നത്. അതായത് ഭാഗ്യലക്ഷ്മി രാമലീലയ്ക്ക് വേണ്ടി ഡബ് ചെയ്ത ശേഷം ആ പടത്തിനെ വിമർശിച്ചു എന്നത് തന്നെയാണ്. അങ്ങനെ അവരൊന്നും പറയാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ അഭിപ്രായം പറയാതെ മാറി നിൽക്കണം. അല്ലാതെ എന്തിന് ചാനൽ ചർച്ചയിൽ പോയിരുന്ന് സിനിമ കാണരുതെന്നും സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യണം. അത് മോശമാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ലല്ലോ. ദിലീപ് കുറ്റാരോപിതനാണ്, അല്ലാതെ കുറ്റക്കാരനല്ല. കുറ്റം തെളിഞ്ഞാൽ നമുക്ക് പറയാം ദിലീപ് കുറ്റക്കാരനാണെന്ന്. അല്ലാതെ വെറുതെ ഒരാളെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്. കുറഞ്ഞപക്ഷം സിനിമയിലുള്ളവരെങ്കിലും അത് മനസ്സിലാക്കണം. ദിലീപിനോട് വിരോധമുള്ള ചിലർ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിയുടെ ഡബിൾ സ്റ്റാൻഡിനെ വിമർശിച്ചുകൊണ്ടാണ് സുരേഷ് കുമാർ പറയുന്നത്. സുരേഷ് കുമാറിന്റെ വീഡിയോ വൈറലായതോടെ ഭാഗ്യലക്ഷ്മിക്ക് എന്ത് നിലപാടാണ് ഉള്ളതെന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അന്ന് രാമലീലയ്ക്ക് വേണ്ടി ഡബ് ചെയ്തത് ജോലിയുടെ ഭാഗമാണെന്ന് ഭാഗ്യലക്ഷ്മി ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ, മോഹൻലാൽ പോസ്റ്റർ റിലീസ് ചെയ്തതും അദ്ദേഹം ചെയ്യുന്ന ജോലിയുടെ ഭാഗമാണെന്ന് ചിലർ കുറിക്കുന്നു. ഇതോടൊപ്പം ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഭാഗ്യലക്ഷ്മി നൽകിയൊരു അഭിമുഖവും വൈറലാകുന്നുണ്ട്. വിവാദങ്ങളെയും ശത്രുതയെയും കുറിച്ച് ഞാനും മുമ്പ് കേട്ടിരുന്നു. ഇരയായ പെൺകുട്ടി തന്നെ എന്നോട് അവസരം നഷ്ടപ്പെട്ടതിൽ ഒരുപാട് സങ്കടം പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും ചിന്തിച്ചിരുന്നു.